നമ്മൾ ഒരു 9 മാസം കഴിഞ്ഞ് കൈപിടിക്കുകയാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ കുന്നത്തൂർ മനയിൽ എത്തിയിരിക്കണം. ഇപ്പം സമയം 5:26 ആയിട്ടുണ്ട്, വൈകുന്നേരമായി. പക്ഷേ ഇവിടെ ഒരു കല്യാണം അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഗണപതിയൊക്കെ ഉണ്ട് കയറുന്നിടത്താണ്. അപ്പം എന്തായാലും മന ഒന്ന് ചുറ്റി കാണാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അച്ഛനും അമ്മയും വന്നിട്ടാണ് ഇവിടെ ബുക്ക് ചെയ്ത് പോയത്. കുഞ്ഞുസം വന്നിനു, അമ്മനുണ്ട് എൻ്റെ കൂടെ. അത് സെറ്റ് എങ്ങനെയുണ്ട്? നമ്മൾ പുറത്തുനിന്നേ കണ്ടു കേട്ടോ, നമ്മൾ നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഇച്ചിരി ഒന്ന് റിവൈൻഡ് ചെയ്ത് ബാക്കോട്ട് പോവാം. Jan 16, 2025 അന്നാണ് അച്ഛനും അമ്മയും ഇവിടെ നേരിട്ട് പോയിട്ട് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എന്നെ ഒരെന്നെ വീഡിയോ കോളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒട്ടും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല ക്ലിയർ ആയിട്ടെല്ലാം കാണാമായിരുന്നു. പക്ഷേ എന്നാലും അച്ഛനും അമ്മയ്ക്കും കുഞ്ഞൂസിനും ഒക്കെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ ഉറക്കപ്പിച്ചിലാണെങ്കിൽ കുറച്ചു നേരം ഞാനും ഇരുന്ന് വീഡിയോ കോളിൽ ഈ മങ്ങിയ രീതിയിൽ ഞാനും എല്ലാം കണ്ടു. എനിക്കും ഇഷ്ടമായി കേട്ടോ. കല്യാണത്തിനെ പറ്റി എല്ലാവരെ പോലെയും എനിക്കും ഒരുപാട് ഡ്രീംസും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ കുറേ കാലം തൊട്ട് ഞാൻ കേട്ടിട്ടുള്ളത് കല്യാണം എൻ്റെ വീട്ടിൽ നിന്നായിരിക്കും, വീട്ടിലെ മുറ്റത്തൊരു മണ്ഡപം, ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഒരു കല്യാണത്തിനെ പറ്റി ഞാൻ ചിന്തിക്കാത്തതുകൊണ്ട് ഏതൊരു സ്ഥലത്തുനിന്ന് കല്യാണം നടത്തണമെന്നോ അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേ ഇല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വേനു ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല, അച്ഛനും അമ്മയും തന്നെ പോയി കണ്ടുപിടിച്ച് അവരായിട്ട് അഡ്വാൻസ് ചെയ്തൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് നാട്ടിൽ വന്നപ്പോൾ ഞാനിത് കണ്ടത്. അല്ലാണ്ട് എൻ്റെ ഇഷ്ടത്തിന് ഓക്കെ എനിക്ക് ഇവിടുന്ന് വേണമെന്ന് ഓർത്ത് ബുക്ക് ചെയ്തതല്ല കേട്ടോ. കമ്മിങ് ബാക്ക് ടു നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഏപ്രിൽ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് മെയിൻലി ഞാൻ വന്നത് വെഡിങ് സാരി പർച്ചേസിന് വേണ്ടിയിട്ടാണ്. അപ്പം വീട്ടിലേക്ക് പോണ വഴിക്ക് ഓക്കെ എന്നാൽ കുന്നത്തൂർ മനയിലൊന്ന് ഇറങ്ങിയ കുന്നത്തൂർ മന കാണാലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ കുന്നത്തൂർ മന കാണാൻ വന്നിട്ടുള്ളത്. ഞാൻ പോയ ദിവസം അവിടെ എന്തോ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവിടെ എത്തി പുറത്തിറങ്ങി ആദ്യമായിട്ട് മന കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തൊരു രസമാണ്. എനിക്ക് പഴയ കെട്ടിടങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഈ 4 കെട്ട് 8 കെട്ട് 8 കെട്ടൊന്നും നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലെങ്കിലും 4 കെട്ട് വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതാണ് നമ്മൾ എത്തിയിട്ട് ആദ്യം കാണുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഗാലേൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളെ ചുറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അവർ അറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഇതാണ് നടുമുറ്റം. ഇവിടെ നിന്നാണ് നമ്മൾ കല്യാണം പ്ലാൻ ചെയ്തത്. ആൻഡ് നമ്മളെ കല്യാണത്തിന് വളരെ കുറച്ച് ഇൻറ്റിമേറ്റ് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ തന്നെ നടത്തണം എന്നുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പിന്നെ പുറത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ പോയിട്ട് വലിയൊരു പരിപാടി നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതാണ് അവരുടെ പുറത്തുള്ള ഓഡിറ്റോറിയം. ഇവിടെ എനിക്ക് തോന്നുന്നു 500-600 ആൾക്കാർക്കുള്ള ഫംഗ്ഷൻ നടക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വെച്ചാൽ ഞാൻ ഫോട്ടോസ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇൻറ്റിമേറ്റ് കല്യാണങ്ങൾ മാത്രമേ നടക്കുള്ളൂ എന്ന്. നടുമുറ്റത്ത് നിന്നാണെങ്കിൽ ഇൻറ്റിമേറ്റ് മാത്രമേ നടക്കുള്ളൂ, അതല്ലാണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഓൾസോ അവർക്കൊരു ലോൺ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. കുളം അങ്ങനെ ഭയങ്കര നീറ്റായിട്ടൊന്നല്ല കിടക്കുന്നുണ്ടായിരുന്നത്, ബട്ട് ഇവിടെ ഒരു കുളമുണ്ട്. പണ്ട് അവരുടെ കുറേ ഫോട്ടോസിലൊക്കെ ഈ കുളത്തിന് ഉള്ളിൽ ഒരു കൊട്ടവഞ്ചിയൊക്കെ ഇട്ടിട്ട് ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പം അതില്ല. ആൻഡ് ഇവിടെ ടോട്ടൽ 18 റൂംസ് ഉണ്ട്. അപ്പം ചെറുതും വലുതുമായിട്ടുള്ള പല റൂംസ് ഉണ്ട്. അപ്പോൾ ബ്രൈഡിൻ്റെ റൂം അതല്ലാണ്ട് വരുന്ന ഗസ്റ്റിനൊക്കെ വേണമെങ്കിൽ ഇവിടെ തന്നെ താമസിക്കാമെന്നുള്ളതാണ്. ഓൾസോ നമ്മൾ തലേന്നത്തെ പരിപാടി ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് അതിനും നമുക്കൊരു ഏരിയ വേണമായിരുന്നു. അപ്പം ഇവരുടെ ലോൺ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് തലേന്നത്തെ ഇവൻറ്റ് നടത്താമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. ഇതാണ് അവരുടെ ലോൺ ഏരിയ. ഇവിടെ നമുക്ക് ടേബിളും ചെയറും ഒക്കെ ഇടാം. ഓപ്പോസിറ്റ് സൈഡായിട്ട് നമുക്ക് സ്റ്റേജ് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്ട് നമുക്കൊരു ഐഡിയ. അന്ന് നമുക്ക് വലിയ പ്ലാനൊന്നും ആയിട്ടില്ല. പിന്നെയാണ് ഹൽദി മാറി കാർണിവൽ ആയതൊക്കെ. അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം. എന്താണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും എനിക്കും അവനും ഇവിടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓൾസോ അവിടെ പുറത്ത് പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് പരിപാടികളും ഒക്കെ ഉണ്ട്. എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ മനസ്സിലുണ്ടായിരുന്നു കല്യാണം എന്തായാലും ഒരു കുഞ്ഞു കല്യാണം വേണമെന്ന്. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലുണ്ട്. ഓൾസോ ഗുരുവായൂരിന് താലികെട്ട് വേണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഭയങ്കര ഭംഗിയുള്ള ഒരു ട്രഡീഷണൽ ടച്ചുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് കുന്നത്തൂർ മന. ഞാനിപ്പം കല്യാണത്തിന് ശേഷമാണല്ലോ ഈ വീഡിയോസൊക്കെ വോയിസ് ഓവർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എനിക്ക് ആഫ്റ്റർ കല്യാണവും പറയാൻ പറ്റും ലൊക്കേഷൻ ആസറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുന്ന് കല്യാണം നടത്തുമ്പം നമുക്കങ്ങനെ വേറെ അഡീഷണൽ ടെൻഷനുകളൊന്നുമില്ല. ഇവിടെ ഇൻഹൗസ് ആയിട്ട് 2 ഇവൻറ്റ് പ്ലാനേഴ്സ് ഉണ്ട്, അത്തം ആൻഡ് ഗാല. നമ്മൾ ചൂസ് ചെയ്തത് ഗാലയായിരുന്നു. അപ്പം ഗാലക്കാരാണ് നമ്മളെ 2 ദിവസത്തെ ഇവൻറ്റിൻ്റെ ഫുൾ ഡെക്കോറും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെക്കോർ ആസറ്റ്സ് അടിപൊളിയായിരുന്നു. നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഡെക്കോർ തന്നെയായിരുന്നു 2 ദിവസത്തേക്കും. ആൻഡ് കാർണിവലിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതൊക്കെ അതേപോലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.